പുൽപ്പള്ളി ടൗണിൽ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത്. വനംവകുപ്പിന്റെ ജീപ്പ് നാട്ടുകാർ വളഞ്ഞിരിക്കുന്നു. കടുവയെ ആക്രമിച്ച പശുവിനെ ഇപ്പോൾ ജീപ്പിന് പുറത്ത് കെട്ടിവെച്ചാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അവരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഒരു തരത്തിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല. ഓരോ നിമിഷവും അവിടുത്തെ ആളുകളുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം, പ്രതിഷേധത്തിന്റെ ഒരു ആക്കവും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. സിജു തുടരുന്നുണ്ട്. സിജു, എന്താണ് അവിടുത്തെ ഒരു നിലവിലത്തെ സ്ഥിതി? ഒപ്പം തന്നെ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? അതിന്റെ വിശദാംശങ്ങൾ കൂടി. പോളിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ചട്ടാനാക്രമണത്തിൽ പോളിന്റെ മൃതദേഹം ഇപ്പോൾ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരുന്നു. ആളുകൾക്ക് വന്ന് കാണുന്നതിന് വേണ്ടിയുള്ള ഒരുക്കിയിരുന്നു. അതിന് ശേഷം ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം വീട്ടിലെത്തിച്ച ശേഷം പട്ടത്തെ വീട്ടിലെത്തിച്ച ശേഷം സംസ്കാര നടപടികൾ നടക്കും. സർക്കാർ പ്രകാരം ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിലായിരുന്നു ചർച്ച. അതിനിടയിലാണ് ഒരു സംഘം ആളുകൾ സംഘടിച്ചുകൊണ്ട് വനംവകുപ്പിന്റെ ജീപ്പിന് നേരെ ആക്രമണം നടത്തിയത്. വനംവകുപ്പിന്റെ ജീപ്പിന് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ശേഷം ഈ ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചു. അങ്ങനെ ആ രീതിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. വനംവകുപ്പിന്റെ ജീപ്പിന് ചുറ്റും ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ ജീപ്പിനകത്ത് വനംവകുപ്പിന്റെ ജീവനക്കാർ കൂടിയുണ്ട്. ഇവരെ പുറത്തിറങ്ങാനോ വാഹനം ഇവിടെ നിന്ന് മാറ്റാനോ അനുവദിക്കുന്നില്ല. ഇപ്പോഴും ഒരു വിഭാഗം ആളുകൾ ഇതിന് ചുറ്റും തമ്പടിച്ച് നിൽക്കുകയാണ്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തമ്പടിച്ച് നിൽക്കുകയാണ്. ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തിൽ വാഹനം ചെറിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ പോലീസ് വാഹനത്തിന് ചുറ്റുമുണ്ട്. എങ്കിലും പ്രതിഷേധക്കാരെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് പോളിന്റെ മൃതദേഹം ഇവിടെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചത്. പൊതുദർശനം നടത്തിയിരുന്നു. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ മൃതദേഹം കാണുന്നതിന് എത്തിയിരുന്നു. വളരെ സമാധാനപരമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്ക് എത്തിച്ചുകൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹർത്താൽ സംഘടിപ്പിച്ചിരുന്നത് എന്ന് ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനങ്ങളോട് പറഞ്ഞിരുന്നു. ഇടയ്ക്കിടെ ഇക്കാര്യം ആവർത്തിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കരുത്, പ്രതിഷേധവും ഉണ്ടാക്കരുത്, ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക, അതിനുള്ളൊരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രം പ്രതിഷേധം കൊണ്ടുപോകണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിനിടയിലാണ് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഒരു വിഭാഗം ആളുകൾ ഈ വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും പോളിന്റെ മൃതദേഹം ഇപ്പോൾ ഇവിടെ പാർട്ടിയിലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വീട്ടിലെത്തിക്കുന്നതിനുശേഷം തന്നെ സംസ്കാര നടപടികൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് കട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിനുശേഷം കഴിഞ്ഞ ദിവസം രാവിലെ 9:30 ജോലി ചെയ്യുന്നതിനിടെയാണ് വനംവകുപ്പിന്റെ താൽക്കാലിക ജീവനക്കാരന് നേരെ കട്ടാനാക്രമണം ഉണ്ടായത്. ആദ്യം മാനന്തവാടിയിൽ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവം സംഭവിച്ചുകൊണ്ട് മരണപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ വലിയൊരു പ്രതിഷേധമാണ് വരുന്നത്. ജനങ്ങളുടെ അധികാരം കിടക്കുന്നതുകൊണ്ട് ാണ് ഇന്ന് LDF-ഉം UDF-ഉം BJP-യും ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ വയനാട്ടിലെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഈ ഹർത്താലിന്റെ സാഹചര്യത്തിൽ വലിയൊരു സുരക്ഷ എല്ലാ മേഖലയിലും ഒരുക്കിയിരുന്നു. വളരെ സമാധാനപരമായി അധികഘട്ട പ്രതിഷേധം നടന്നു വന്നിരുന്നതാണ്. അതിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് സംഘർഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സിജു, ഒരു സംശയം, അതായത് ഈ ഉദ്യോഗസ്ഥർ, ഈ ജീപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ വാഹനത്തിൽ തന്നെ തുടരുകയാണോ? കാരണം അവർക്ക് ഒരു തരത്തിലും അവിടെ നിന്നും മാറാൻ പറ്റാത്ത, അവരെ മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഈ വാഹനത്തിൽ വനംവകുപ്പിന്റെ ജീവനക്കാർ ഉണ്ടായിരുന്നു. അവരുള്ള സമയത്തായിരുന്നു വാഹനം തടഞ്ഞതും അതിന് ചുറ്റും ആളുകൾ അടിച്ചുകൂടിക്കൊണ്ട് സംഘർഷാവസ്ഥയിലും വാഹനം ആക്രമിച്ചതും അവരെ ഇതുവരെ പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. വാഹനം ഇവിടെ നിന്ന് മാറ്റാനും അനുവദിക്കുന്നില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പശുവിന്റെ ജഡം ഇവിടെ എത്തിച്ചുകൊണ്ട് ഈ വാഹനത്തിന് മുകളിലേക്ക് ഇടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി.
ആ രീതിയിൽ പ്രതിഷേധക്കാർ ഇപ്പോഴും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. ഇവർക്ക് സുരക്ഷ എത്തിക്കൊണ്ട് പോലീസ് ഈ വാഹനത്തിന് നിരക്കിയ സാഹചര്യത്തിൽ സാധിക്കില്ല. അവരെ ജീവനക്കാരെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. വാഹനത്തിനകത്ത് തന്നെ തുടരുകയാണ്. എങ്കിലും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടി പോലീസ് ഇവർക്ക് ചുറ്റുമുണ്ട്. ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമം. പക്ഷേ സിജു, പോലീസിന് എത്രത്തോളം അവിടുത്തെ സ്ഥിതി നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്? കാരണം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അത്രയും അധികം പ്രതിഷേധക്കാർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വാഹനത്തിൽ ഉദ്യോഗസ്ഥരുടെ പോലീസിന് നേരെയും ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പോലീസിന് എത്രത്തോളം നിയന്ത്രിക്കാൻ സാധിക്കും? വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. വളരെ സംയമനം പാലിച്ചുകൊണ്ട് ആളുകളെ ഈ ആക്രമണ സംഭവത്തിൽ സംഘർഷ സംഭവങ്ങൾ ഉണ്ടാകാതെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടി ആളുകളോട് ആവശ്യപ്പെടുകയാണ് പോലീസ്. ഇവർക്ക് ഒരു സുരക്ഷ ഒരുക്കുക എന്ന ചുമതലയാണ് പോലീസിന് ഇപ്പോഴുള്ളത്. വനംവകുപ്പിന്റെ വാഹനത്തിന് ചുറ്റും സുരക്ഷിതമായ വനംവകുപ്പ് ജീവനക്കാരെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സമാധാനപരമായി തിരിഞ്ഞു പോകണമെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പിരിഞ്ഞു പോകാതെ ഇപ്പോഴും വാഹനത്തിൽ മുന്നിൽ നിൽക്കുകയാണ്. വാഹനത്തിന് മുന്നിൽ മുദ്രാവാക്യം നടത്തിക്കൊണ്ട് നിൽക്കുന്നു. വാഹനത്തിന് ചുറ്റും നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഉണ്ടായത്. പ്രതിഷേധാക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ജഡം ട്രാക്ടറിലെത്തിച്ചാണ് ഈ വാഹനത്തിന് മുകളിലേക്ക് കെട്ടിവെച്ചത്. ആ രീതിയിലേക്ക് സംഘർഷം മാറിയിട്ടുണ്ട്. ജനങ്ങൾ ഇവിടെ നിന്ന് ആളുകളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പിരിഞ്ഞു പോകാത്ത ഒരു സാഹചര്യം നിലവിൽ ഇവിടെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസ് പരമാവധി നടത്തുന്നുണ്ട്. നേരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തെത്തി സംഘർഷം ഉണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ തയ്യാറായിട്ടില്ല. ഏതായാലും മൃതദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് മാറ്റുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അനുസരിച്ച് പോളിന്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മൃതദേഹം മാറ്റിയാൽ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഒരു നിലവിലുള്ള ഒരു സംഘർഷാവസ്ഥക്ക് അയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.